കൊമേഴ്സ്യൽ ആർട്ട് അല്ലെങ്കിൽ കച്ചവട കലകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഉദയം. ഇപ്പോൾ ഒരു നമ്മളൊരു ശാസ്ത്രീയമായൊരു ഉപകരണം നമ്മൾ ഒരു ഫാക്ടറിയിൽ നിന്നുണ്ടാക്കി പുറത്തിറക്കുകയാണെങ്കിൽ അത് ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും, മനുഷ്യൻ്റെ കായികമായിട്ടുള്ള ജോലിയെ എളുപ്പത്തിലാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊരു സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കും. ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. എങ്ങനെയാണെങ്കിലും ഒരു സോഷ്യൽ ഉൽപ്പന്നം അങ്ങനെ ചെയ്യും. പക്ഷേ ഈ ആർട്ടെന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ ഒരു കണ്ടൻറ്റൊന്നുമില്ല. കമേഴ്സ്യൽ ആർട്ടല്ല കമേഴ്സ്യൽ ആർട്ട്. ഈ കമേഴ്സ്യൽ ആർട്ടും തമ്മിൽ ഒരു ബന്ധമില്ല. കമേഴ്സ്യൽ ആർട്ട് എന്ന് വെച്ചാൽ കാഷ്വൽ അസംബ്ലിയാണ്. ഇങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ഇങ്ങനെ ദുർബല വികാരത്തെ തട്ടിയുണർത്തി അതിൽ ലൈംഗികതയും മറ്റ് ഹാസ്യവും അതും ഇതുമൊക്കെ വന്നാലേ അവൻ ഉണരുള്ളൂ. ആ ഉറങ്ങിക്കിടക്കണ അവൻ്റെ മേഖലകളിൽ പോയി തട്ടി ഉണർത്തിയിട്ട് പിന്നെ അതിൽ ഈ റേഷണലിസം, എത്തിക്സ് അങ്ങനെയൊന്നുമില്ല. അവസരവാദമാണ്. അവസരവാദം എന്ന് വെച്ചാൽ എന്ത് തരം ഇപ്പോൾ ലൈംഗിക വികാരം ഉണർത്തണമെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സാധനങ്ങളും ആർഗ്യുമെൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അങ്ങ് പോകും. പിന്നെ ഇതിൽ സാധാരണ ഇങ്ങനെയുള്ള ആർട്ട് മൂവീസ് അല്ലെങ്കിൽ ഈ കൊമേഴ്സ്യൽ മൂവീസ് അല്ലെങ്കിൽ ഈ കൊമേഴ്സ്യൽ കലകൾ ഇതിൽ കാണുന്നത് റേപ്പ്, ഇങ്ങനെ കൊള്ള, ഗൂണ്ടാ പ്രവർത്തനം, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കണം, അസംബ്ലി. അതിൽ ചിലപ്പോൾ ഒരുത്തൻ പിന്നെ അവസാനം നല്ലത് ചെയ്യണമായിട്ടൊക്കെ കാണും. പക്ഷേ അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഈ സംഘങ്ങളും അങ്ങനെയാണ്. കാരണം ഇവർക്ക് ആർട്ടുമായിട്ടൊരു ബന്ധമില്ല. ആർട്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഡെറിവേഷനാണ്. ഇതിൽ ഇൻ്റലക്ച്വൽ സംഭവങ്ങളൊന്നുമില്ല. ഇത് വെറും കാഷ്വൽ അസംബ്ലിയാണ്. പിന്നെ ഇതിൽ എന്തെങ്കിലും കോപ്രായം കാണിക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടല്ലോ, കോമാളികളുടെ നാട്ടിലുണ്ടല്ലോ. അല്ലാതെ ഇതിന് യാതൊരു കണ്ടൻറ്റും ഇല്ല. ഈ വെറുതെയാണ് ഇതിൻ്റെ പേരിൽ ഇവിടെ ഇതിന്. പിന്നെ എന്ന് വെച്ചാൽ കുറേ സാധാരണ ആൾക്കാർ ഇതിൻ്റെ പുറകിൽ ലൈറ്റ് ബോയ്സും ഇവരും നടികളും നടന്മാരുമായിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ജീവിച്ചു പോകണം. അത് കഷ്ടം. അത് അവരുടെ ജോലി ഇല്ലാതാകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ലാതെ ഇതിനൊരു കണ്ടൻറ്റും ഇല്ല സമൂഹത്തിൽ. പിന്നെ ഒരു ഭാഗം അടിമകളെ കുറേ കാലം ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അവരെ മാർക്കറ്റിൽ വിൽക്കുക എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ് അതുവഴി വിൽക്കും. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി അതുവഴി വിൽക്കും. സുരേഷ് ഗോപി ഒക്കെ അങ്ങനെ ഒരു അടിമ കച്ചവടം വഴി ഉയർന്നു വന്ന മനുഷ്യരാണ്. രാഷ്ട്രീയക്കാരിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ അടിമകളെ വാങ്ങാനായിട്ട്. അതുകൊണ്ട് പലരും എം പിമാരും മുകേഷ് അങ്ങനെയുള്ളവരൊക്കെ ഈ വേറൊരു തരത്തിൽ കച്ചവടം നടത്തി അങ്ങ് വിൽക്കും. ഇതല്ലാതെ ഇതിന് യാതൊരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതോ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഗുണകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ചിന്തയെ മാറ്റിമറിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിപ്ലവകരമായ ഒരു കണ്ടൻറ്റും ഇല്ല. ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഈ സാധാരണ വലിയ ധാരണയൊന്നും ഇല്ലാത്ത മനുഷ്യരുണ്ട്. അവർ ഒരു മൂവി കാണുമ്പോഴത്തേക്ക് അതിൽ മറ്റേ മറിച്ച് വേണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കിടക്കും. ഇത് ഒരു ഗുണമില്ലാത്ത മനുഷ്യന്, ഒരു ഗുണവുമില്ലാത്ത അവന് നാശം മാത്രം വരുന്ന ഒരു വ്യായാമമാണ് ഈ കൊമേഴ്സ്യൽ മൂവീസ്, കൊമേഴ്സ്യൽ ആർട്ട് മുതലായവ.